ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഈ ഒരു ഈദ് ലുക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, അതുപോലെ ടാഗ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒരു വൈപ്പ് വെച്ച്. അതിനുശേഷം സെറ്റഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഞാൻ ഈ വീഡിയോയിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഓൺലൈൻ പ്രൈസും അല്ലാണ്ട് റീറ്റെയിൽ പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നല്ലപോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അടിപൊളിയാണ്. പക്ഷേ മേക്കപ്പിൻ്റെ അടിയിൽ ഇതിൻ്റെ പെർഫോമൻസ് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല. ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലോഷൻ യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചുണ്ടിൽ വാസ്ലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ലിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ദിസ് ഇസ് എ ട്രിക്ക്. ഇതൊരു ബ്ലഷ് ആണ്, ഇൻസൈറ്റിന്റെ തന്നെ. ഈ ബ്ലഷ് തന്നെയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബ്ലഷ് വെച്ച് കളർ കറക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് കുറച്ചെടുക്കാം, വളരെ കുറച്ചെടുക്കാവുള്ളൂ. ജസ്റ്റ് ഇത്ര എടുത്തിട്ട് നമുക്ക് എവിടെയാണോ കളർ കറക്റ്റ് ചെയ്യേണ്ടത് അവിടെ ഡാബ് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്യുക. എൻ്റെ ഈ ലിപ്പിൻ്റെ രണ്ട് കോർണറിലുമാണ്, ആസ് യു ക്യാൻ സീ, കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് സ്കിന്ന് ഈവൻ ആക്കാനാണ്, ഈക്വൽ ആക്കാനാണ്. ബട്ട് ചില സ്ഥലത്ത് ടോൺ ഭയങ്കര ഡീപ്പായത് കാരണം നമ്മൾ കൺസീൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഷ് കളർ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ഡാർക്ക്നെസ്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് ആണെങ്കിൽ നമുക്കിത് സെയിം ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കളർ കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ കൺസീലർ വെച്ച് കൺസീൽ ചെയ്യാൻ പോവാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്. ഇത് അണ്ടർ 150 വരുന്ന ഒരു കൺസീലറാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഒരു ക്രീം കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. എക്സ്ട്രീംലി ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് അവരുടെ ഇൻസൈറ്റ്. നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെയിം കൺസീലർ തന്നെ എടുത്തിട്ട് കണ്ണിന്റെ മേലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ലപോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നല്ലപോലെ അപ്ലൈ ചെയ്തോ, കുഴപ്പമില്ല. എനിക്ക് ഡാർക്ക് സർക്കിൾസ് അധികം ഇല്ല, പക്ഷെ ചെറിയൊരു കളർ ഡിഫറൻസ്, ഒരു ഷെയ്ഡ് ഡിമ്മായിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കൺസീലർ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഐഷാഡോ ഇട്ട് കഴിയുന്ന സമയത്ത് കൺസീലർ ഇട്ടേക്കുവാണെങ്കിൽ നല്ല എടുത്ത് നിൽക്കും. അതായത് ഐഷാഡോന്റെ ഒറിജിനൽ കളർ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പിഗ്മെന്റഡ് ആണെങ്കിൽ ശരിക്കും കാണാൻ പറ്റില്ല, ലൈക്ക് ദ ഒറിജിനൽ കളർ കാണാൻ പറ്റില്ല. നമുക്ക് ചെറുതായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഡിഫറൻസ് കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആയി വരുന്നില്ലേ, അത്രയും. നിങ്ങളുടെ ഫേസിൽ എവിടേക്കാണ് ഡാർക്ക് സ്പോട്ട്സ് അതനുസരിച്ച് കൺസീൽ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലായിടത്തും കൺസീൽ ചെയ്യുന്നില്ല, കാരണം എനിക്ക് സ്കിൻ പോലെ തന്നെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ദാറ്റ്സ് ഇറ്റ്. നമ്മളിനി ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, BB ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാഴ്സിന്റെ BB ക്രീം ആണ്. ദിസ് ഈസ് വെരി ഗുഡ്, നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും ഡെയിലി വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പോലെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല വെയർ ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണിത്. അത് നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫേസിലോട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. കുറച്ച് ടൈം എടുക്കുവാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഓൾമോസ്റ്റ് മറന്നുപോയി കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ. ആസ് യു ക്യാൻ സീ, നല്ലപോലെ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. നമ്മൾ മാഴ്സിൻ്റെ ഡാൻസ് ഓഫ് ജോയ് എന്ന് പറയുന്ന ഈ ഒരു ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു പിങ്ക് ഷെയ്ഡ് ആദ്യം എടുക്കുവാണ്, ഒരു ലൈറ്റ് പിങ്ക്.
എന്നിട്ട് നമ്മൾ ആ ഐലിഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ഓൾറെഡി ഡാർക്ക് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് തിൻ ഐബ്രോസ് ആണെങ്കിൽ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ക്യാമറ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതൊരു ഭയങ്കര വാം പിങ്ക് ടോണാണ്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇനി നമുക്ക് ഈ ഒരു ഹൈലൈറ്റിംഗ്, ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഐലിഡിന്റെ സെന്ററിൽ, അതായത് ഇവിടെ നടുവിലായിട്ട് അപ്ലൈ ചെയ്യാം, രണ്ട് കണ്ണിലും. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തിളക്കം കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കണ്ണിലും ഇട്ട് കൊടുക്കാം നടുവിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐബ്രോസിൻ്റെ താഴെയായിട്ട്, ഐബ്രോസിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു സെയിം ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം പിരിക്കും നല്ലപോലെ ഹൈലൈറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലായിട്ടും ഇട്ട് കൊടുക്കാം, കണ്ണ് നല്ല ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ മേലിൽ മാത്രമാണ് കണ്ണെഴുതുന്നത്, വാലിട്ട് കണ്ണെഴുതുകയാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ വിങ്ക് ലുക്ക്. ഞാനിവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡസ്ലറിൻ്റെ ഒരു ലിക്വിഡ് ഐലൈനറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കും എന്നെപ്പോലെ ഹുഡഡ് ഐസ് ആണെങ്കിൽ വിങ്ക് ഇടുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ഹുഡഡ് ഐസ് ആയ കാരണം മേളിലേക്ക് നമ്മൾ വാലിടുമ്പം കുറച്ച് പാടായിരിക്കും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. ഒരു വാം ഷെയ്ഡിൽ വരുന്ന, വാം അണ്ടർ ടോണിൽ വരുന്ന ബ്ലഷാണ്. അതുകൊണ്ട് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺസിനും ചേരും. ഇത് കുറച്ചെടുത്താൽ മതി, അപ്പോഴത്തേക്കും നല്ല പോലെ പിഗ്മെൻറ്റേഷൻ വരും. ഇനി നമുക്ക് ലിപ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ലിപ് ലൈനറും നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ഈ ലിപ് ലൈനർ എടുക്കുക. ഇത് ചോക്കോ ബട്ടർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, നല്ലൊരു ബ്രൗൺ, വാം ബ്രൗൺ ആണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വെച്ച് മേളിലത്തെ ചുണ്ട് ഫുൾ ഫില്ല് ചെയ്യാം, അപ്പർ ലിപ്പ് ഫുൾ ഫില്ല് ചെയ്യാം. ലോവർ ലിപ്പിൻ്റെ ഇതുപോലെ സൈഡിലാക്കി മാത്രം നല്ലപോലെ ഫില്ല് ചെയ്യുക, നടുവിൽ ഫില്ല് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് മെയ്ബെലിൻ്റെ ഈ ഒരു ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. ഇതൊരു കുറച്ചൊരു കൂൾ അല്ലെങ്കിൽ ന്യൂട്രൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് നമുക്ക് നടുവിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലൊരു അടിപൊളി ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ ഒരു കമ്മലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനത്തെ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.